രാഹുൽ മാങ്കൂട്ടത്തെ പെടുത്തിയതാണോ? ഒരുപാട് സാധാരണക്കാരായ കോൺഗ്രസ്സുകാർക്കുള്ള ഒരു സംശയമാണ്. കാരണം അദ്ദേഹം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ശക്തനായ ഒരു അതികായകനായ പൊളിറ്റീഷ്യനായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സംശയം തോന്നാം. ഈ ഒരു ടൈമിൽ, ഈ ഒരു ഇലക്ഷൻ ടൈമിൽ ഒരിക്കലും രാഹുലിനെ ഇനി കൂടെ ഉള്ളവർ തന്നെ പെടുത്താനൊന്നും ശ്രമിക്കത്തില്ല. അതിന് അവർ ചിലപ്പോൾ മറ്റൊരു അവസരം തിരഞ്ഞെടുത്തേനെ. അതല്ല, ആക്ച്വലി രാഹുലിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഓൾറെഡി ഇത്തരം കോഴിത്തരങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരാളാണ്. ഓൾറെഡി പാർട്ടി തന്നെ ഒരുപാട് കംപ്ലയിൻറ്റുകൾ ഇദ്ദേഹത്തിനെതിരെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും പാർട്ടി അത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല, ഒരു ആക്ഷനൊന്നും എടുത്തിട്ടില്ല. കാരണം അത്രയ്ക്ക് പവർഫുൾ തന്നെയായിരുന്നു രാഹുൽ, വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു നേതാവ് തന്നെയായിരുന്നു. പക്ഷേ ഇങ്ങനൊരു കാര്യം സംഭവിച്ചു, തകർന്ന് തരിപ്പണമായി. രാഹുലിൻ്റെ ഭാഗത്ത് 100% തെറ്റുണ്ട്. എന്നാൽ ഈ കംപ്ലയിൻറ്റ് കൊടുത്ത വ്യക്തിയും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത്ര രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ ഇവരുടെ ഒരു ചാറ്റ് ഓൾറെഡി നിങ്ങൾ ടി വിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ടതായിരിക്കും. ഇവരുടെ ഒരു ചാറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഈ ചാറ്റിനകത്ത് ഈ പെൺകുട്ടിയാണ് ആദ്യം പറയുന്നത് പിൽസ് മുഖ്യമെന്നൊക്കെ. അപ്പോൾ രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. പിന്നെ രാഹുലിനെതിരെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. ഓൾറെഡി കോടതി പറഞ്ഞ രാഹുലിന് ജാമ്യം കൊടുക്കാം ആദ്യത്തെ കേസിൽ. പക്ഷേ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞു. പക്ഷേ പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ രാഹുലിനെ നേരത്തെ ട്രേസ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല, നമുക്കറിയാത്ത കാര്യങ്ങളെപ്പറ്റി ഞാൻ ആധികാരികമായിട്ട് സംസാരിക്കാറില്ല. എന്തുകൊണ്ടായിരിക്കും അവർ നീട്ടിക്കൊണ്ട് പോകുന്നത്? അവിടെയാണ് LDF ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ അവർക്ക് ഈ ഇലക്ഷന് വീണ് കിട്ടിയ ഏറ്റവും വലിയ പിടിവള്ളിയാണ് രാഹുലിൻ്റെ കേസ് എന്ന് പറയുന്നത്. അതായത് ഒന്ന് മെയിനായിട്ടുള്ള റീസൺ ഇലക്ഷൻ വന്നു, അപ്പം LDF വീണ് കിട്ടിയ നല്ല പിടിവള്ളിയാണിത്. അതുപോലെ തന്നെ ശബരിമല കൊള്ളയിൽ 2 നേതാക്കളുടെ പേര് വന്നത് നിങ്ങൾ അറിഞ്ഞതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മറയ്ക്കാൻ വേണ്ടി അവർക്ക് വീണ് കിട്ടിയ ഏറ്റവും വലിയ അവസരമാണ്. രാഹുലിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർക്ക് നേരത്തെ ട്രേസ് ചെയ്യാം. ഓൾറെഡി ഇവരുടെ ട്രാക്കിങ്ങിൽ തന്നെ രാഹുലുണ്ട്. രാഹുൽ അത്ര വലിയ കുറ്റവാളിയൊന്നുമല്ല അല്ലേ? പക്ഷേ ഇലക്ഷൻ വരെ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇതായിരിക്കണം വിഷയം, വേറൊരു ശ്രദ്ധയും വരരുതെന്നുള്ള ഒരു കാര്യമായിരിക്കാം എന്നാണ് എൻ്റെ തോന്നൽ. എനിക്കറിയാത്ത കാര്യങ്ങളെപ്പറ്റി ഞാൻ വീണ്ടും പറയുകയാണ്, ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാറില്ല 100% പക്ഷേ എൻ്റെ ഒരു നിഗമനം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് LDFൻ്റെ ഈ ചാട്ടം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആർക്ക് ഇത്തവണ വോട്ട് ചെയ്യണം, അവിടേക്കാണ് ഞാൻ വരുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് തന്നെ വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ, കാരണം നിങ്ങൾ മടുത്തില്ലേ അല്ലേ? മടുത്തത് മാത്രമല്ല, ഞാൻ മെയിനായിട്ട് അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഭയങ്കര ശക്തമായ പൊളിറ്റിക്സോ ഒന്നുമില്ല. പക്ഷേ VD സതീശൻ എന്ന് പറയുന്ന MLAയിൽ എനിക്ക് കുറച്ച് പ്രതീക്ഷയുണ്ട്. അദ്ദേഹം എന്തൊക്കെയോ ചെയ്യും, ഉറപ്പാണ്. അദ്ദേഹത്തിന് നല്ല വിഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നിലപാടുള്ള, കോൺഗ്രസ് എനിക്ക് തോന്നിയിട്ടുള്ള നിലപാടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ യൂട്യൂബിൽ ഒരു ഇൻ്റർവ്യൂ കിടപ്പുണ്ട്, ആളുടെ പേര് ഞാൻ പറഞ്ഞു, ഷംസുദ്ദീനായിരുന്നു, ട്രേഡിങ്ങിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ കണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര തന്നെ അദ്ദേഹത്തെ പ്രൈസ് ചെയ്തു ഒരു അവാർഡ് ഫംഗ്ഷൻ. എനിക്ക് അവാർഡ് തന്നയാളെക്കുറിച്ചും 2 വാക്ക് പറയാതെ ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളും ഞാനും ഒക്കെ കണ്ട ഒരു അഭിമുഖ പരിപാടിയുണ്ട്. നാളത്തെ കേരളം എന്തായിരിക്കണമെന്ന് സ്വപ്നം കാണുന്ന ഒരു മനുഷ്യൻ്റെ ചിന്തകൾ. നമുക്കറിയാം, അത്തരം ചിന്തകൾ കേൾക്കാനില്ലാത്തൊരു കാലത്ത് ജീവിക്കുന്നു നമ്മൾ. രാഷ്ട്രീയ മെയ്വഴക്കത്തിൻ്റെയും അഭ്യാസത്തിൻ്റെയും മാത്രം വാചക കസർത്തുകൾ കേൾക്കുന്ന ഒരു കാലത്ത് ഭാവി കേരളം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായ വീക്ഷണമുള്ള ഒരു നേതാവിനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആദരവ് അദ്ദേഹത്തോട് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമില്ല. ആ ആദരവ് ഞാനിവിടെ വെച്ച് അങ്ങേ അറിയിക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ വിഷൻസിനെ പറ്റിയൊക്കെ. അപ്പം VD സതീശനിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്, ഇതുവരെ കണ്ട മന്ത്രിമാരുടെ കൂട്ടല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കോൺഗ്രസ്സിന് തന്നെ വോട്ട് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ ഇത് പേഴ്സണലാണ്. ഇപ്പം ഞങ്ങളുടെ അവിടെ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയാണ് നിൽക്കുന്നത്, അത് BJP ആയിക്കൊള്ളട്ടെ, LDF നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. പേഴ്സണലായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഫാമിലി, അത് കഴിഞ്ഞ് ഫ്രണ്ട്സ്, ഇത് 2 പേരേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനപ്പുറത്തേക്ക് യാതൊരു പൊളിറ്റിക്സോ കാര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വോട്ട് ചെയ്യാം, അതൊക്കെ വ്യക്തിപരമായ താല്പര്യമാണ്. എൻ്റെ ഒരു സജഷൻസ് ഞാൻ പറയുന്നതേ ഉള്ളൂ. പക്ഷേ VD സതീശനിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം, കോൺഗ്രസ് വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ പാർട്ടികൾ എടുക്കുന്ന നിലപാട് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കറിയാം, മുകേഷ് MLAക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ട് LDF ഒരു ചെറു ആക്ഷൻ പോലും അയാൾക്കെതിരെ എടുത്തില്ല. വിത്ത് ഓൾ പ്രൂഫ് ഒരു ലേഡി മുകേഷിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്ത സമയത്തൊന്നും പോലും ഒരു സസ്പെൻഷൻ പോലും മുകേഷിന് കൊടുത്തിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് വളരെ മാതൃകയാണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ രാഹുലിനെ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റി. പിന്നെ MLA എന്ന് പറയുന്നത് അത് വ്യക്തിപരമായിട്ട് സ്വയം എടുക്കണം, കാരണം ജനങ്ങൾ എലക്ട് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അത് സ്വയമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം കോൺഗ്രസ് ഇനി ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവരങ്ങനെ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ LDF ആ കാര്യത്തിൽ ജനങ്ങളെ യാതൊരു തരത്തിലും ഒരു പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഇതൊക്കെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണം. ഇനിയും ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇവരെല്ലാം ഡൗൺഫോളിന് കാരണം എന്താണെന്നറിയോ? പെണ്ണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മയോ പെങ്ങളോ അങ്ങനല്ല, ഭാര്യയോ അവിഹിതം എന്ന് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു, അന്ന് നിങ്ങളുടെ ഡൗൺഫോൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ രാഷ്ട്രീയത്തിൽ തന്നെ എത്രയോ കേസുകളാണ്, അല്ലെ, എത്രയോ ഉന്നതന്മാർ വീണത് ഈ ഒരു സംഭവത്തിലാണ്.
അപ്പം വളരെ ശ്രദ്ധിക്കുക. നമ്മളൊരു ഉന്നത സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റീസ് അത് നമുക്കൊരിക്കലും ഫേക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കൊരു ഫേക്ക് പേഴ്സണാലിറ്റിയിൽ ഒരു നേതാവായിട്ടൊന്നും അതെന്നായാലും തകർന്നു വീഴുമെന്നുള്ള പാഠങ്ങളാണ് നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ ജീവിതം. അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പോലീസുകാർ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുകയാണ്. അതായത് ഒരു കാര്യവും ഇല്ലാത്ത പീഡിപ്പിച്ചോനെയും കാണാനില്ല, വയറ്റിലുണ്ടാക്കിയതും അബോർഷൻ ചെയ്തോനെയും ഒന്നും ഇതുവരെ കാണാൻ പോലും ഇല്ല. ഈ ചങ്ങായി വെറുതെ പോയി ജയിലിൽ കിടക്കുകയാണ്. മെൻസ് കമ്മീഷൻ അതൊന്നും ഞാൻ പിന്നെ പറയുന്നില്ല. ബെസ്റ്റ് ആൾക്കാരാണ് മെൻസ് കമ്മീഷൻ്റെ തലപ്പത്തിരിക്കുന്നത്. ഒരു മുകേഷ് എം നായർ എന്നൊക്കെ പറഞ്ഞൊരു ഇൻഫ്ലുവൻസറൊക്കെ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. അവൻ ഓൾറെഡി പോക്സോ കേസാണ്, ഒക്കെയാണ് മെൻസ് കമ്മീഷനിൽ ഇരിക്കുന്നത്. അപ്പം രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമാണ്, കഴിവൊക്കെയുള്ള മനുഷ്യനാണ്. പക്ഷേ ഇതുപോലത്തെ ചില സൈക്കോത്തരങ്ങളൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ അനാവശ്യമായിട്ട് പോകുന്ന വള്ളി പിടിക്കുന്ന ചങ്കിന് നിങ്ങൾ ഉറപ്പായിട്ടും അയച്ചു കൊടുക്കുക. സോ ചാനലൊന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.